ഓപ്പറേഷൻ സൈഹണ്ടുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഈ ഓപ്പറേഷൻ ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ കൊച്ചിയിൽ പിടിയിലായവരിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെട്ട വൻ തട്ടിപ്പ് സംഘമാണ് എന്നുള്ളതാണ് പ്രധാനം. തൃക്കാക്കരയിലെ കോളേജ് വിദ്യാർത്ഥികളടക്കം 3 പേരാണ് പിടിയിലായത്. പിടിയിലായ അഭിഷേക്, ഹാഫീസ്, അൽത്താഫ് തുടങ്ങിയവരുടെ അക്കൗണ്ടിൽ നിന്നും പിൻവലിച്ചത് 6 ലക്ഷത്തോളം രൂപയാണ് എന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം പോലീസ് നടത്തിയ സംസ്ഥാന വ്യാപക റെയ്ഡ്. ഓപ്പറേഷൻ സൈഹണ്ട് എന്ന പേരിലായിരുന്നു ഈ റെയ്ഡ് നടത്തിയത്. നിരവധി പേർ അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു. അതിൽ കൊച്ചിയിൽ അറസ്റ്റിലായവരിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള തട്ടിപ്പ് സംഘമുണ്ട് എന്നതാണ് ഇപ്പോൾ വ്യക്തമായിട്ടുള്ളത്. ഒന്ന് ഹാഫിസ്, അൽത്താഫ്, അതോടൊപ്പം തന്നെ അഭിഷേക്, വിജു എന്നിവരാണവർ. അതായത് പോലീസ് സംഘം വ്യക്തമാക്കുന്നത് ഈ തട്ടിപ്പ് സംഘം പ്രധാനമായും മ്യൂൾ അക്കൗണ്ടുകൾ വഴിയാണ് ഈ പ്രധാനമായിട്ടുള്ള ഈ തട്ടിപ്പുകളൊക്കെ നടത്തിയിരുന്നത്. പലരുടെയും അക്കൗണ്ടുകൾ വാടകയ്ക്ക് എടുക്കുകയായിരുന്നു. എന്നിട്ട് അവർക്ക് കമ്മീഷൻ കൊടുക്കും. ഈ തട്ടിപ്പ് തുക ആ അക്കൗണ്ടിലേക്ക് വരികയും ചെയ്യും. അതെടുത്ത് കൈമാറണം. ഇതായിരുന്നു രീതി. രാവിലെ മുതൽ ഉച്ചവരെ 6 ലക്ഷത്തോളം രൂപയാണ് വന്നത്. അത് പിൻവലിക്കുന്ന ഘട്ടത്തിലായിരുന്നു പോലീസിന്റെ കസ്റ്റഡി. ഓഫീസ് എന്നയാൾ കുറേ സ്റ്റുഡൻറ്റുകളിൽ നിന്ന് ഇതുപോലെ അക്കൗണ്ടുകൾ ആവശ്യപ്പെട്ടിട്ട് ആ അക്കൗണ്ടുകൾ സ്റ്റുഡൻറ്റുകളുടെ പേരിലുള്ള അക്കൗണ്ടുകൾ എടുത്തിട്ടുണ്ട്. ഗെയിമിംഗ് ആപ്പിൽ കൂടെ കുറേ പൈസ ട്രാൻസാക്ഷൻ ചെയ്യാനുണ്ട്. അപ്പോൾ ആ പൈസ ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടി അവരുടെ അക്കൗണ്ടിൻ്റെ ലിമിറ്റ് കഴിഞ്ഞു. അതുകൊണ്ട് വേറെ അക്കൗണ്ടുകൾ ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ടാണ് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഈ അക്കൗണ്ടുകൾ ഇവർ വാങ്ങുന്നതും. ആ അക്കൗണ്ട് വാങ്ങുന്ന സമയത്ത് അവർക്ക് കുറച്ച് പൈസ കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് മറ്റു കുറേ സ്റ്റുഡൻസ് ഇവർക്ക് അക്കൗണ്ടുകൾ ഏൽപ്പിച്ചത്. ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി വ്യാപകമായ രീതിയിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ അരങ്ങേറുന്ന ഘട്ടത്തിലായിരുന്നു പോലീസിന്റെ രഹസ്യമായിട്ടുള്ള നിരീക്ഷണങ്ങൾക്കും മറ്റുമൊക്കെ ഒടുവിൽ ഇത്തരത്തിലുള്ളൊരു വ്യാപക പരിശോധനയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ക്യാമറമാൻ ആന്റണി ഗ്രിഗറിക്കൊപ്പം എസ് ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.